ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ചൊരു റെസിപ്പീസായിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി തയ്യാറാക്കുന്ന ലഞ്ച് ബോക്സാണ് ഞാൻ ഇതിനകത്ത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പം ഇവിടെ രാവിലെ 5:15 അപ്പം മിക്കവാറും ഞാൻ 5 മണി 5:15 ആകുമ്പോൾ എഴുന്നേൽക്കും. ആദ്യം വന്ന് ചായ വെക്കും, പിന്നെ ലഞ്ചിന് കൊടുത്തു വിടാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ രാവിലത്തേക്ക് തയ്യാറാക്കാൻ വേണ്ടി. അപ്പോൾ ഒറ്റയടിക്ക്, അതായത് 2 മണിക്കൂറിനുള്ളിലാണ് ഞാൻ രാവിലത്തെ ഉച്ചയ്ക്കത്തെയും കൂടെ ഒന്നിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എഫേർട്ടുണ്ട്. അത് എല്ലാവർക്കും കാണും, എല്ലാ വീട്ടമ്മമാർക്കും കാണും. വീട്ടമ്മമാർക്ക് മാത്രമല്ല, ജോലിക്ക് പോകുന്നവർക്കും ഇതിലും കൂടുതൽ ടെൻഷനായിരിക്കില്ലേ രാവിലെ. ഇപ്പോൾ തലേദിവസമൊക്കെ കുറച്ചൊക്കെ അരിഞ്ഞും പറക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത്രയും കുറച്ചും കൂടെ എളുപ്പമായിരിക്കും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ രാവിലത്തെ തിരക്ക് പിടിച്ച ജോലി തിരക്കിൻ്റെ ഇടയ്ക്ക് ഈ വീഡിയോ കൂടെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ എടുത്തുന്നേ ഉള്ളൂ. അധികം വെട്ടമൊന്നും വീണിട്ടില്ല, വെട്ടം വന്നിട്ടില്ല, ലൈറ്റ് കുറവാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഏതാണ്ട് നമ്മുടെ കോളിഫ്ലവർ ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. ഇപ്പോൾ കുറച്ച് വാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഉപ്പുവെള്ളത്തിലിട്ട് വെക്കുകയാണ്. ചൂടുള്ള ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചിട്ട് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് വെക്കുകയാണ്. മഞ്ഞൾപ്പൊടി ഞാൻ ഇടത്തില്ല, മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഇതിന് മഞ്ഞ കളറായിപ്പോവും. അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇടത്തില്ല. ഉപ്പും ഇതുപോലെ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഞാൻ അങ്ങനെ മുക്കി വെക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ച് മെഴുക്ക് വരട്ടി ഉണ്ടാക്കുകയാണ്, മിക്സ്ഡ് ആയിട്ടുള്ളൊരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആദ്യം ഒന്ന് കടായി ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുകിട്ട്, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട്, പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട്, അതിന് ശേഷം ഞാൻ ഈ മെഴുക്ക് വരട്ടി എന്ന് വെച്ചാൽ വെണ്ടയ്ക്കയുണ്ട്, കോവയ്ക്കയുണ്ട്, വഴുതനങ്ങയുണ്ട്, നമ്മുടെ നീല വഴുതനങ്ങ, അതും എല്ലാം കൂടി ചേർത്ത് മിക്സ്ഡ് ആയിട്ടുള്ള മെഴുക്ക് വരട്ടി ഉണ്ടാക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാവർക്കും പിള്ളേരൊക്കെ കഴിക്കും, ഹസ്ബൻഡിന് ഇഷ്ടമാണ്. അപ്പം അതൊന്നും മെഴുക്ക് വരട്ടി ആക്കി വെച്ചതിന് ശേഷം പിന്നെ ബാക്കി പരിപാടിയൊക്കെ ചെയ്യാം. ഇതിനപ്പോൾ തലേദിവസം അരിഞ്ഞ് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം ഇതിനകത്ത് വേറെ വെള്ളമൊന്നും ഒഴിക്കണ്ട, ജസ്റ്റ് ആ എണ്ണയ്ക്കകത്തൊന്ന് വഴറ്റി മൂടി വെച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഞാൻ ആ കോളിഫ്ലവർ എടുത്ത് ഒന്നുകൂടെ ഒന്ന് കഴുകി, അത് ചൂടുവെള്ളമൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കഴുകിയതിന് ശേഷം ഞാൻ തോരൻ വെക്കാൻ വേണ്ടി അരിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ക്യാരറ്റും കൂടെ അരിഞ്ഞ് തോരൻ വെക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് കേട്ടോ. ഈ പിന്നെ കോളിഫ്ലവറിൻ്റെ കൂടെ ക്യാരറ്റ് അരിഞ്ഞ് തോരൻ വെക്കാൻ നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ നമ്മൾ ക്യാബേജ് എടുക്കുമ്പോൾ ക്യാബേജിൻ്റെ കൂടെ ഏതായാലും ബീട്രൂട്ടും കൂടിയിട്ട് തോരൻ വെക്കണം. അത് നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ്. കാരണം ഇത് സെപ്പറേറ്റ് കഴിക്കുന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റ് ഇതേപോലെ എന്തെങ്കിലും ഒരു കോംബോ ആയിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് പിന്നെ ക്യാബേജും നമ്മുടെ ബീട്രൂട്ടും അതേപോലെ കോളിഫ്ലവറും ക്യാരറ്റും, അങ്ങനെ ഇത് രണ്ടും അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിള്ളേർക്ക് എന്നും കഴിക്കാൻ തോന്നും. തോരൻ താന്ന് പറയും. കാരണം അത്ര ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടി. അപ്പം എല്ലാവരും കുട്ടികൾക്കൊക്കെ ഞാൻ ചെയ്ത് കൊടുത്ത് നോക്കുക കേട്ടോ. അപ്പം നമ്മുടെ കോളിഫ്ലവർ തോരന് വേണ്ടി ഞാൻ അതിൻ്റെ കൂടെ എടുത്തിരിക്കുന്ന 1 ക്യാരറ്റും 1 സവാളയും പിന്നെ 2 പച്ചമുളകും പിന്നെ 2 സ്പൂൺ തേങ്ങയും പിന്നെ 1 നുള്ളു മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടിത് പുരട്ടി വെക്കാം. തേങ്ങ നമുക്ക് പ്രത്യേകിച്ച് മിക്സിയിലിട്ട് ചതച്ചെടുക്കാനൊന്നും വേണ്ട, ഒന്ന് ഞരടി എടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ ചട്ടി ചൂടായുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് കറിവേപ്പില താളിച്ചിട്ട് പിന്നെ 2 വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ തോരനകത്ത് ഞാൻ വെള്ളം ചേർക്കത്തില്ല. തോരനായാലും മെഴുക്കുവരട്ടിയായാലും ഞാൻ അധികം വെള്ളം ചേർക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ചെറുതായിട്ട് ഒരു 2 സ്പൂൺ മാത്രമേ കുറച്ച് മാത്രം വെള്ളമേ ഞാൻ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോവും, അതേപോലെ കുഴഞ്ഞിരിക്കും, നമുക്ക് ആ തോരൻ്റെ ആ കൺസിസ്റ്റൻസി കിട്ടത്തില്ല. അതേപോലെ മെഴുക്കുവരട്ടിയായാലും അങ്ങനെ തന്നെ, വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കുഴഞ്ഞിരിക്കും. അപ്പോൾ ഞാൻ സാധാരണ അങ്ങനെ വെള്ളം ചേർക്കാറില്ല. അപ്പോൾ ഇതിന് ഒരു 2 സ്പൂൺ മാത്രം വെള്ളം ചേർക്കുന്നുണ്ട്. എന്നിട്ടിത് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. എല്ലാം ലോ ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ തോരൻ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം, ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ. അപ്പോൾ ഉള്ള ഈർപ്പം അങ്ങ് വലിഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ ഈ തോരൻ ഒന്ന് റെഡിയാക്കി വെച്ച ശേഷം എനിക്ക് ഒഴിച്ചു കൂട്ടാൻ ഉണ്ടാക്കണം. ഒഴിച്ചു കൂട്ടാൻ വേണ്ടി ഞാൻ മോരുകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം മിക്കവാറും ദിവസങ്ങളിൽ, മിക്കവാറും അല്ല എന്നും ഡെയിലി മോരുകറി ഉണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ മെഴുക്ക് വരട്ടി ഇരിപ്പുണ്ട്. അത് ഞാനൊന്ന് മൂക്കാൻ വേണ്ടി ഇട്ടേക്കുവാണ് കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് നിരത്തി ഇട്ടേക്കുവാണ്, ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടി. ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടുമ്പോഴേ മെഴുക്ക് വരട്ടിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ മൂത്ത് വരുന്നുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് മോരുകറി റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായപ്പം കടുക് ഇട്ട് കൊടുത്തു, കറിവേപ്പില ഇട്ട് കൊടുത്തു, പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ അരിഞ്ഞ് ചേർത്തത് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അടിച്ച് വെച്ചിരിക്കുന്ന തൈരും കൂടെ ചേർത്ത് കൊടുക്കാം.
അപ്പം നമ്മുടെ മോര് കറി അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതിയല്ലോ, നമുക്ക് അപ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ചട്ടി ആയതുകൊണ്ട് ചൂട് നിൽക്കും, അതുകൊണ്ട് ഞാൻ മോര് ഒഴിച്ച് കൊടുത്തിട്ട് അധികം നേരം ഒന്നും വെക്കുന്നില്ല, പെട്ടെന്ന് അങ്ങ് ഓഫാക്കുവാണ്, മാറ്റി വെക്കുവാണ്. അപ്പം കാരണം ചട്ടിക്കകത്തിരുന്ന് അങ്ങ് പിരിഞ്ഞു പോകും, ഈ നമ്മൾ ഫ്ലെയിമും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് പിരിഞ്ഞു പോകും. അതുകൊണ്ട് ഫ്ലെയിം അങ്ങ് ഓഫാക്കിയിട്ട് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. പിന്നെ അല്പം ഇതുണ്ടല്ലോ, ഏതാണ് ഉലുവാപ്പൊടി, അത് മസ്റ്റാണ് കേട്ടോ. ഉലുവാപ്പൊടി നമ്മുടെ ഒഴിച്ചറിക്ക് മിക്കവാറും ഒഴിച്ചറിക്ക് ഉലുവാപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അത് നമുക്കിനി മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് ചിക്കൻ വറുക്കണം. ചിക്കൻ ഇല്ലെങ്കിൽ മീൻ എന്തെങ്കിലും സംഭവം വറുത്ത എന്തെങ്കിലും സംഭവം നമ്മൾ ഇവിടെ അങ്ങനെ വേണം. അപ്പം ഞാനിപ്പോൾ ചിക്കനാണ് വറുക്കാൻ വെക്കുന്നത്. ചിക്കനെല്ലാം വറുത്തതിന് ശേഷം നമുക്കിനി പൊതി കെട്ടണം. പൊതിയല്ല, ടിഫിൻ ബോക്സ് തയ്യാറാക്കണം. അതിനകത്ത് പൊതിയുണ്ട് കേട്ടോ, പൊതിയും വരുന്നുണ്ട്, അത് ഇലപ്പൊതിയും വരുന്നുണ്ട്. ഞാൻ ഈ കറികളൊക്കെ വെക്കുന്നത് ഇലയ്ക്കകത്താണ് കേട്ടോ. അപ്പോൾ ചോറ് ഞാൻ പാത്രത്തിൽ വിളമ്പി വെച്ചു, ചമ്മന്തി വെച്ചിട്ടുണ്ട്. ഇനി ഓരോ ഇലയ്ക്കകത്തും ഞാൻ ആദ്യം നമുക്ക് എടുത്ത് വെച്ച് തോരൻ എടുത്ത് വെക്കാം. തോരൻ ഇങ്ങനെ പൊതിഞ്ഞ് വെക്കാം. അപ്പം ഓരോന്നിങ്ങനെ പൊതിഞ്ഞ് വെക്കുമ്പം തമ്മിൽ കലരത്തില്ല. അപ്പം കൊണ്ടുപോകാനുള്ള സൗകര്യത്തിനാണ് ഈ ഒറ്റ പാത്രത്തിൽ ഈ കറികളെല്ലാം കൂടെ ആക്കിയിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ കറികളൊന്നും കൂടി കുഴയാതിരിക്കാനും വേണ്ടി ഞാൻ ഈ ഓരോ ഇലയ്ക്കകത്തും ചെറിയ ഇലയ്ക്കകത്തും ഇങ്ങനെ പൊതിഞ്ഞാണ് വെക്കുന്നത്. അപ്പം മെഴുക്ക് പുരട്ടിയും പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ വറുത്തതും കൂടെ പൊതിഞ്ഞ് വെക്കണം. ചിക്കൻ വറുത്തതും കൂടെ പൊതിഞ്ഞ് വെച്ച ശേഷം കുറച്ച് അച്ചാർ അത് അങ്ങനെ കൊണ്ടുപോകാറില്ല. പിന്നെ ഞാൻ ഈ വീഡിയോയ്ക്ക് അത് കാണിക്കാൻ വേണ്ടി മാത്രം അച്ചാർ വെക്കുന്നതേ ഉള്ളൂ. അപ്പോൾ പുള്ളിക്ക് അസിഡിറ്റി ഉള്ളതുകൊണ്ട് അപ്പം അച്ചാർ അങ്ങനെ കൂട്ടാറില്ല. അപ്പം വീഡിയോ എടുക്കണമെന്നുള്ളതുകൊണ്ട് ഞാൻ അല്പം നെല്ലിക്ക അച്ചാറുണ്ടായിരുന്നു, അതും കൂടെ കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കുപ്പിക്കകത്ത് മോര് കറിയും കൂടെ എടുക്കുന്നുണ്ട്. പിന്നെ കുടിക്കാനുള്ള വെള്ളം കൂടെ എടുത്തു വെച്ചു. അപ്പോൾ അങ്ങനെ ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.